വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ചാപ്റ്ററാണ്. അത് 2 വീഡിയോകൾക്കുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് ബയോളജി ആൻഡ് ടെക്നോളജി. 6th ചാപ്റ്റർ ബയോളജി ആൻഡ് ടെക്നോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെക്നോളജിയാണ് ഹ്യൂമൻസിൽ എങ്ങനെയൊക്കെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, സോഷ്യൽ ലൈഫിൽ ഉണ്ടായി. പിന്നെ ആദ്യം ഫയറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അഗ്രികൾച്ചറിലേക്ക് മൂവ് ചെയ്തു. അഗ്രികൾച്ചർ അനിമൽ ഡൊമസ്റ്റിക്കേഷനിൽ സഹായിക്കുന്നു. സൈറ്റോളജി ഉണ്ടാക്കി. പിന്നെ ഡെവലപ്പായിട്ട് DNA അനാലിസിസ് നടത്തി. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു. പിന്നെ സിന്തറ്റിക് ബയോളജി, ജെനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വന്നു. അങ്ങനെ പല രീതിയിൽ അഡ്വാൻസ്മെൻറ്റ് ഹ്യൂമൻസിൽ ഉണ്ടായിട്ടുണ്ട്. ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഓഫ് യൂസിങ് ലിവിങ് തിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും അതിൻ്റെ സർവീസസിനും വേണ്ടിയിട്ട്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സർവീസസിനും പ്രൊഡക്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബയോടെക്നോളജി എന്ന് പറയുന്നത്. ജെനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈറബിൾ ട്രേറ്റ് ഒരു ഓർഗാനിസത്തിലുള്ള ഡിസൈറബിൾ ട്രേറ്റ്സ്, ഡിലീറ്റിംഗ് ജീനുകളെ ഡിലീറ്റ് ആകുകയും കമ്പൈൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയതാക്കി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്. എന്തെങ്കിലും ഒരു ജീനിനെ ഡിലീറ്റ് ആകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ജീനിനെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ജെനറ്റിക് എൻജിനീയറിംഗ് ഉണ്ട്. റീകോമിനൻറ്റ് DNA ടെക്നോളജി ഉണ്ട്, ക്രിസ്പർ കാസ്9 ടെക്നോളജി ഉണ്ട്. റീകോമിനൻറ്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്നോളജിക്കൽ പ്രോസസ് വെൻ DNA സെഗ്മെൻറ്റ്സ് പുതിയതായിട്ട് ജോയിൻ ചെയ്യുക. പുതിയൊരു DNA ഒരു വെക്ടറിലേക്ക് ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റീകോമിനൻറ്റ് DNA എന്ന് പറയുന്നത്. ഒരു പുതിയൊരു സെഗ്മെൻറ്റ്, DNAയുടെ ഒരു സെഗ്മെൻറ്റ് പുതിയതായിട്ട് ജോയിൻ ചെയ്യുക, ഒരു വെക്ടറിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, വെക്ടർ അല്ലെങ്കിൽ പ്ലാസ്മിഡിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, DNA, റീകോമിനൻറ്റ് DNA എന്ന് പറയുന്നത്. അത് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു DNA ഫ്രാഗ്മെൻ്റ് ആയിട്ട് കട്ട് ചെയ്യണം, ആ ഒരു കുഞ്ഞു പാർട്ടായിട്ട് കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് റിസ്ട്രക്ഷൻ എൻസൈംസ് എന്ന്. ഈ റിസ്ട്രക്ഷൻ എൻസൈംസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ പ്ലാസ്മിഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, റീകോമിനൻറ്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. ക്രിസ്പർ കാസ്9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മാനുവൽ കാർപ്പൻറ്റിയറും അതുപോലെ ജെനിഫർ ഡൗണിനെയും കണ്ടുപിടിച്ച മോഡലാണ് ക്രിസ്പർ കാസ്9. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. നമ്മുടെ DNA ഒന്നുകൂടി മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിസ്പർ കാസ്9 ടെക്നോളജി യൂസ് ചെയ്തത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RNA ഗൈഡ് ചെയ്യുന്നു. കാസ് എൻസൈംസ് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു. എന്നിട്ട് സ്പെസിഫിക് ജീൻസിനെയൊക്കെ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്രിസ്പർ കാസ്9 വഴി. അടുത്തതാണ് ജെനറ്റിക് സീസറായിട്ട് അറിയപ്പെടുന്നത് റിസ്ട്രക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട DNA സെഗ്മെൻറ്റ് അല്ലെങ്കിൽ എൻസൈംസിനെയൊക്കെ കട്ട് ചെയ്യാൻ, സ്പെസിഫിക് ആയിട്ടുള്ള DNA സീക്വൻസിനെയൊക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈമിനെയാണ് ജെനറ്റിക് സീസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ജെനറ്റിക് ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DNA സെഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ജെനറ്റിക് ഗ്ലൂ. പിന്നെ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഏത് DNA എടുത്തിട്ട് ഏത് ഹോസ്റ്റ് സെല്ലിൽ നിന്ന് ഏതൊരു ഇതിൽ നിന്നാണോ എടുത്തിട്ട് പുതിയതിലേക്ക് ഇൻസേർട്ട് ചെയ്തത് അതിനെ വെക്ടർ എന്ന് പറയുന്നു. പിന്നെ അടുത്തതാണ് ഒരു പുതിയ DNA എടുത്തിട്ട്, ഒരു DNAയുടെ ഒരു സെഗ്മെൻറ്റ് എടുത്തിട്ട് DNA ദാറ്റ് ക്യാരി ദ ഡിസൈറബിൾ ജീൻ, നമുക്ക് വേണ്ട ഡിസൈറബിൾ ജീനുള്ള ആ ഒരു DNA നമ്മൾ പറയുന്നത് വെക്ടർ എന്ന്. ഹോസ്റ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലേക്കാണോ ഇൻസേർട്ട് ചെയ്യുന്നത് അതിന് നമ്മൾ എന്ത് പറയുന്നു, ഹോസ്റ്റ് സെൽ എന്ന് പറയും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിന്നാണോ DNA സെഗ്മെൻറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനെയാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത്. ഏതിലേക്കാണോ ഇൻസേർട്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ ഹോസ്റ്റ് സെൽ എന്നും പറയുന്നു. അടുത്തതാണ് ആ ഹോസ്റ്റ് സെല്ലിൻ്റെ എക്സാമ്പിളാണ് പ്ലാസ്മിഡ്. വെക്ടറിൻ്റെ എക്സാമ്പിളാണ് എന്ത്, പ്ലാസ്മിഡ്, വൈറസ്, അതൊക്കെ ആവാം. ജെനറ്റിക് ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗേസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ജെനറ്റിക് സീസേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നു, റിസ്ട്രക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻ മൈക്രോബിയം പ്രൊജക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ നോക്കാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.